ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മേരി ക്രിസ്മസ് എല്ലാവരോടും അറിയിക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 4000 രൂപയ്ക്ക് താഴെയുള്ള പ്ലാനറാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഇന്ന് പറയേണ്ടത് 3000 രൂപയ്ക്ക് താഴെയുള്ള പ്ലാനറാണ്. ഞാൻ നോക്കിയപ്പോൾ 4000 രൂപയ്ക്ക് താഴെയുള്ളത് ഒരു പ്ലാനർ മാത്രമാണ്. അപ്പോൾ അതിനെ മാത്രം ഇനി വേറൊരു വീഡിയോയിലേക്ക് ഞാൻ മാറ്റി നിർത്തുന്നില്ല. നമുക്ക് ഇന്ന് എല്ലാ വീഡിയോയും കൂടെ എല്ലാ പ്ലാനേഴ്സും ചെയ്ത് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. എന്നാലും എനിക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത പ്ലാനർ സീരീസിൽ എൻ്റെ പ്ലാനർ എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്ലാനർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളൊരു സീരീസ് നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പുതിയ പ്ലാനർ ഏതാണ് വാങ്ങേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരുപാട് വെൽസ് നീട്ടാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് എൻ്റെ സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടാവും, കാരണം ഇതൊരു ലോങ് വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് 3000 രൂപയ്ക്ക് ഇടയിലും 4000 രൂപയ്ക്ക് ഇടയിലുള്ള എല്ലാ പ്ലാനറും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. കാരണം ഇന്ന് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും ഈ ഒരു സീരീസ് കുറച്ചുകൂടെ വലുതായി. ഞാൻ വിചാരിച്ചു ഇത്രയും വലുത് ഒരു എപ്പിസോഡ് നമുക്ക് എക്സ്ട്രാ ആണ്, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ ഈ ഒരു പ്ലാനർ സീരീസ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എൻ്റെ പ്ലാനർ ഈ ഒരു എപ്പിസോഡുകൂടെ ഞാൻ എൻ്റെ പ്ലാനർ റിവീൽ ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. സോ നമുക്ക് ഇനി അധികം കത്തിവയ്ക്കാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്മൂത്തി കുടിച്ചുകൊണ്ട് നമുക്ക് ഓരോ പ്ലാനറായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാനറിലേക്ക് പോവാം. ആദ്യത്തെ പ്ലാനർ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യത്തെ പ്ലാനറിലോട്ട് പോവാം. ആദ്യത്തെ പ്ലാനർ വരുന്നത് വൈറ്റിംഗ് പാപ്പറ്റാരെ എന്ന് പറയുന്ന, അതാണ് തോന്നുന്നു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ആ ഒരു സൈറ്റിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇതിൽ അൺഡേറ്റഡും ഡേറ്റഡ് പ്ലാനേഴ്സും അവൈലബിൾ ആണ്. ഡേറ്റഡ് പ്ലാനേഴ്സ് എല്ലാം സ്പൈറൽ ബൗണ്ട് ആണ് വരുന്നത്. അൺഡേറ്റഡ് പ്ലാനേഴ്സ് ഒക്കെ നമുക്ക് ഹാർഡ് ബൗണ്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഹാർഡ് ബൗണ്ട് അൺഡേറ്റഡ് പ്ലാനേഴ്സ് കുറച്ച് വില കുറവാണ്, 1999 റുപ്പീസേ ഉള്ളൂ. സ്പൈറൽ ബൗണ്ട് 2099 റുപ്പീസാണ്. സോ നമുക്ക് പല കവർ പേജ് നമുക്ക് അവൈലബിൾ ആണ്, 2, 3, 4, 5 അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഒരു വൈറ്റ് ഗോൾഡൻ പ്രിൻ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഫ്രണ്ട് കവർ വരുന്നത്. നമുക്ക് ബാക്കി എല്ലാം ഒന്ന് വായിച്ച് നോക്കിയ ശേഷം ഫോട്ടോസിലോട്ട് പോവാം. ഇതിനെ പറയുന്നത് സഫാരി ഡ്രീംസ് എന്നാണ് ഈ ഒരു കവർ പേജിനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കവർ പേജിലുള്ള പ്ലാനറിനെ പറയുന്നത്. സോ ഇതിൽ അവർ പറയുന്നത് 100 GSM പേപ്പർ ഉണ്ട്. ഓരോ മന്തിലും ഓരോ ആനിമൽ ഇല്ലസ്ട്രേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഹോളിഡേയ്സ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, മന്ത്ലി ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, മന്ത്ലി റിഫ്ലക്ഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, 2 days പെർ പേജ്. ഓരോ പേജിൽ 2 days വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത്. എല്ലാ പേജിലും ഒരു ഫൺ ഡൂഡിൽ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈസി ആക്സസിബിളിന് വേണ്ടിയിട്ട് നമുക്ക് ടാബ്സ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഒരു മാസം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വീക്ക്ലി ബഡ്ജറ്റ് പ്ലാനിങ്ങും ട്രാക്കിങ്ങും ഉണ്ട്. വീക്ക്ലി ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. ഞാൻ വീക്ക്ലി ഷോപ്പിംഗ് ലിസ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അധികം പ്ലാനറിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മന്തിൻ്റെ അവസാനം നമുക്കൊരു നോട്ട് പേജ് അവൈലബിൾ ആണ്, ഒരു റഫ് പേജ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കുത്തി കുറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇയർലി അവർ പേജ്, മീൻസ് ഇയർ അറ്റ് ഗ്ലാൻസ് എന്നുള്ളൊരു പേജുണ്ട്. അതേമാതിരി ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അതെല്ലാം ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ഗോൾ പ്ലാനിങ് ഉണ്ട്, ട്രാക്കിംഗ് പേജസ് ഉണ്ട്, 2021-22 കലണ്ടർ ഉണ്ട്, എലാസ്റ്റിക് ക്ലോഷർ ഉണ്ട്, എലാസ്റ്റിക് ബാൻഡ് ഉണ്ട്, ബാക്ക് പോക്കറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡ് ലാമിനേറ്റഡ് സ്പൈറൽ ബൗണ്ട് ആണ് ഡിസൈൻ വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 12 ഷീറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് വിത്ത് അതല്ലാതെ 12 ഷീറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് അല്ലാതെ നമുക്ക് ഏകദേശം 200ഓളം സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ബുക്ക് മാർക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ എന്തോ ഒരു ചിക്ക് പൗച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇനി ഫോട്ടോസ് നോക്കാം. ഇതാണ് ഫ്രണ്ട് കവർ വരുന്നത്. നമ്മൾ ഈ ഒരു കവർ പേജാണല്ലോ ചൂസ് ചെയ്തത്. സോ ബാക്കി നോക്കാം. ഇതാണ് ആനിമൽ പ്രിൻ്റ് വരുന്നത്.
നമുക്ക് ഇനി ഉള്ളത്തെ പേജ് നോക്കാം. ഇതാണ് ഉള്ളത്തെ പേജ് വരുന്നത്. മന്ത്ലി ഓവർവ്യൂ പേജ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും എല്ലാം അവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവർ സൈഡിൽ പറഞ്ഞ മന്ത്ലി ടാബ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത്. നമുക്ക് ഇനി ഉള്ളിലത്തെ പേജസ് നോക്കാം. ഒരു ഉള്ളത്തെ പേജസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഉള്ളത്തെ മന്ത്ലി വ്യൂ അല്ലെങ്കിൽ വീക്ക്ലി വ്യൂ ഇതാണ് നമുക്ക് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഒരുപാട് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വലിയൊരു എസ്സേ എഴുതാനുള്ള സ്ഥലമുണ്ട്. ഒരു പേജിനെ അവർ 2 മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ഫിനാൻസ് ബഡ്ജറ്റ് പ്ലാനിങ് വരുന്നത്. നമുക്ക് അത് എഴുതാൻ പറ്റും. എക്സ്ട്രാ നോട്ട്സ് എഴുതാനുള്ള സ്ഥലമുണ്ട്. ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ എഴുതാനുള്ള ഒരു ചെറിയൊരു കോളം കാണുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ നോട്ട് ഔട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് മന്ത്ലി റിഫ്ലക്ഷൻ പേജ് വരുന്നത്. ഹൗ ഡിഡ് ഐ ഫെയർ ദിസ് മന്ത്, ടോപ്പ് ടാസ്ക് കംപ്ലീറ്റഡ് ദിസ് മന്ത്, ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്, വാട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, ഡിസപ്പോയിൻമെൻറ്റ്സ് ഈ മാസം നമുക്ക് പുട്ട് ബിഹൈൻഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ് എന്നുള്ള, മെമ്മറീസ് എന്നുള്ള പറഞ്ഞിട്ടൊരു കോളം കാണുന്നു. ഇതാണ് മന്ത്ലി ഇല്ലസ്ട്രേഷൻസ്. ഓരോ ഞാൻ വായിച്ചില്ലേ, നമ്മൾ ഡീറ്റെയിൽസിൽ വായിച്ചു. ഓരോ മന്ത് സ്റ്റാർട്ടിങ്ങിലും ഓരോ ആനിമൽ ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, വളരെ ക്യൂട്ടായിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ്, നല്ല ഭംഗിയുള്ള കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് ഈ ഒരു പ്ലാനറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇത്രയും ഫോട്ടോസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വിഷൻ ബോർഡോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ കണ്ടില്ല. ഒരു പ്ലാനറിന് വിഷൻ ബോർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇത്രയും രൂപ കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷെ പേപ്പർ ക്വാളിറ്റി ഉണ്ട്. 100 GSM ആണ്. വേറെയുള്ള ഒരു സാധാരണ പ്ലാനറിൽ കാണുന്ന കലാപരിപാടികളൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത പ്ലാനറിലേക്ക് പോവാം. അടുത്ത പ്ലാനർ ആർച്ച് ടൈപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് അടുത്ത പ്ലാനർ വരുന്നത്. നമുക്ക് ഒറിജിനൽ പ്രൈസ് 2750 റുപ്പീസാണ്. നമുക്കിത് പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ. സ്പൈറൽ, ഹാർഡ് ബൗണ്ട് ഒക്കെ അവൈലബിൾ ആണ്. അതേമാതിരി പല കവർ പേജിൽ അവൈലബിൾ ആണ്. പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പൗച്ച് ഉള്ളത് വാങ്ങാം, എലാസ്റ്റിക് ബാൻഡ് ഉള്ളത് വാങ്ങാം, ഹാർഡ് ബൗണ്ട് ഉണ്ട്. അത് തന്നെ പല കവർ പേജിലും പല ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം തിരിച്ചു മുറിച്ചുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആർച്ച് ടൈപ്പിൻ്റെ നമുക്ക് എന്താ ചെയ്യുക, ഇത് നോക്കാം. ഈ ക്യൂട്ട് ടെഡി ബെയർ ഹാർഡ് ബൗണ്ട് 2000 രൂപയുടെ നോക്കാം. ഏറ്റവും ലാസ്റ്റ് വന്നതാണ്. ഓക്കെ, ക്യൂബോ ഹാർഡ് ബൗണ്ട് ആനുവൽ പ്ലാനർ 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ പ്ലാനറിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇയർലി, മന്ത്ലി, വീക്ക്ലി വ്യൂസ് ഉണ്ട്, നോട്ട് സെക്ഷൻ ഉണ്ട്, പിന്നെന്താ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറേ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഫോർ എൻകറേജ്മെൻറ്റ്, ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, മന്ത്ലി ഫിനാൻഷ്യൽ ട്രാക്കർ ഉണ്ട്, സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ട്, മീൽ പ്ലാനർ ഉണ്ട്, ബ്ലാങ്ക് പേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഫോട്ടോസും കൂടെ നോക്കിയിട്ട് നമുക്ക് നല്ലതാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് കവർ വരുന്നത്. ഇതാണ് ബാക്ക് ഫോട്ടോ. ഓക്കെ, ഇത് മൈ ബബിൾസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പേജ് ഉണ്ട്. ഐ എം താങ്ക്ഫുൾ ഫോർ, ഐ ലവ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് 2 കോളം, അങ്ങനെ കുറേ അങ്ങനത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാസ്റ്റർ പ്ലാൻ, മൈ ബിഗ് മാസ്റ്റർ പ്ലാൻ പറഞ്ഞിട്ട് ഒരു ഗോൾ സെക്ഷന് പേഴ്സണൽ, ഫിനാൻസ്, ഹെൽത്ത്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത്ര എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് വലുതാക്കി കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മെമ്മറീസ് ആൻഡ് മിറാക്കിൾസ് പറഞ്ഞിട്ട് ഒരു മെമ്മറീസ് പേജ് കാണുന്നു. 2 പേജ് മെമ്മറീസ് മിറാക്കിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി കലണ്ടറാണ് ഇത്. സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒരുപാട്. ഇതാണ് ഓരോ മന്ത് സ്റ്റാർട്ടിങ്ങിലുള്ള ഇലിസ്ട്രേഷൻസ് വരുന്നത്. നമ്മൾ ഫെബ്രുവരിയിലത്തെ കണ്ടു. ഇതിലും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോട്ട് സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ ബ്ലോക്കായിട്ടാണ്
നമ്മൾ ജൂൺ അൺഡേറ്റഡ് പ്ലാനേഴ്സിൽ കണ്ട മാതിരി ബ്ലോക്കായിട്ടാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി എനിക്കിങ്ങനെ ബ്ലോക്കായിട്ട് വരുന്നത് വർക്കിന് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ജസ്റ്റ് അന്നൊന്നാലത്ത് ചെയ്യേണ്ട വർക്ക് മാത്രം ഡോട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്ന പ്ലാനേഴ്സ് വളരെ കുറവാണ്. സോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എല്ലാം ഡേറ്റഡ് ആണല്ലോ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു മന്ത്ലി റിഫ്ലക്ഷൻ പേജ് ഉണ്ട്. അതേമാതിരി ബഡ്ജറ്റ് ട്രാക്കർ ഉണ്ട്. പക്ഷേ ഇതിൽ ഹാബിറ്റ് ട്രാക്കർ ഇല്ലേ? ഓക്കെ, ഹാബിറ്റ് ട്രാക്കർ ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 4 ബോക്സേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഹാബിറ്റ് ട്രാക്കർ ഒരു വീക്ക് വൈസ് ഒരു ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇതാ മീൽ പ്ലാനർ ആണെന്ന് തോന്നുന്നു. മീൽ പ്ലാനർ ഉണ്ട്, പക്ഷെ ചെറിയൊരു മീൽ പ്ലാനറാണ്. ചെറിയൊരു സെക്ഷൻ, ആകെ 2 പേജിൽ 4 വീക്സും ഒരു കൊള്ളിച്ചിട്ടുണ്ട്. സോ എനിക്ക് മീൽ പ്ലാനറൊക്കെ കുറച്ചുകൂടെ വേണമെന്നുണ്ട്. കാരണം ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സ്നാക്സ് കഴിക്കുന്നവരാണെങ്കിൽ സ്നാക്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴേക്കും പോരാതെ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്ലാനറിലേക്ക് പോവാം. അടുത്ത പ്ലാനർ ടൈം ബോക്സ് 365 എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. നമുക്ക് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. 4 കളേഴ്സിൽ കണ്ടോ, നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 4 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 2199 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിന് നമുക്ക് 1699 നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് പല കളേഴ്സ് നമുക്കിതാ ചൂസ് ചെയ്യാം. കണ്ടോ, അക്വ, യെല്ലോ, ഓറഞ്ച്, ലൈലാക്ക് എന്ന് പറയുന്ന പല കളേഴ്സ് അവർ അല്ലാതെയും വേറെ എന്തോ അപ്പുറത്ത് പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള പേര് മാത്രം വെച്ച് പോകാം കേട്ടോ. സോ ഇതിൽ അവർ വിഷൻ ബോർഡ് ഉണ്ട്, മന്ത്ലി ഡെയിലി പ്ലാനർ ഉണ്ട്, 8 ഡിഫറെൻറ്റ് ട്രാക്കേഴ്സ് ഉണ്ട്, ഇൻസ്പിറേഷണൽ കോട്ട്സ്, സ്റ്റാർട്ട് എനി ടൈം ഓഫ് ദി ഇയർ. സോ ഇറ്റ്സ് എൻ അൺഡേറ്റഡ് പ്ലാനർ എന്ന് തോന്നുന്നു. സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബാക്ക് പോക്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് നോക്കാം. ഫോട്ടോസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫോട്ടോസ് ഇതാണ് ഫസ്റ്റ് ഫോട്ടോ വരുന്നത്. നമുക്ക് 4 ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. 4 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഏതാണ് കളറ് അത് ചൂസ് ചെയ്യാം. ഇതാണ് മോട്ടിവേഷണൽ കോട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തുള്ള പേജ് വേറെന്താണ്, മന്ത്ലി ഗോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണുന്നുണ്ട് കേട്ടോ. മന്ത്ലി ഗോൾസ്, ടാർഗറ്റ് ഫോർ ദ മന്ത്, ചലഞ്ചസ്, സ്ട്രെങ്ത്, അഫർമേഷൻസ് പറഞ്ഞിട്ട് മന്ത്ലി പേജാണത്. പിന്നെയുള്ളത് സ്റ്റിക്കേഴ്സ് ഉണ്ട്, വിഷൻ ബോർഡ് ഉണ്ട്, 2 പേജ് നിറയെ കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ഹാബിറ്റ് ട്രാക്കർ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. ബ്രെയിൻ ഡംപ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, മൂഡ് ട്രാക്കർ ഉണ്ട്. മൂഡ് ട്രാക്കറും കുറച്ച് വ്യത്യാസമായിട്ടാണ് മൂഡ് ട്രാക്കർ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. ഓക്കെ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു മൂഡ് ട്രാക്കർ ഇതുവരെ കണ്ടിട്ടില്ല. സോ പിന്നെ എന്താ, മാട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അർജൻറ്റായിട്ട് വർക്ക്, നോട്ട് അർജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിറ്റ്നസ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആൻഡ് ഗെയിംസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഗെയിം ട്രാക്കർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെന്താ, മന്ത്ലി സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അൺഡേറ്റഡ് പ്ലാനറാണ്. സോ നമ്മൾ ഡേറ്റ് എഴുതി കൊടുക്കണം, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇതാണ് ഫോട്ടോസ്. സോ ഇങ്ങനത്തെ പ്ലാനർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ പ്ലാനർ ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത പ്ലാനർ എന്ന് പറയുന്നത് ഫാക്ടർ നോട്ട്സിൻ്റെ പ്ലാനറാണ്. സോ ഒറിജിനൽ പ്രൈസ് വരുന്നത് 2199 റുപ്പീസാണ്. അതിൻ്റെ കോംബോ വാങ്ങുകയാണെങ്കിൽ 3999 റുപ്പീസാണ്. സോ നമുക്ക് തോന്നുന്നു പല കളേഴ്സിൽ നമുക്ക് പല കവർ പേജിൽ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, നമുക്ക് പല കവർ പേജിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ആദ്യത്തെ തന്നെ ചൂസ് ചെയ്യാം അല്ലേ. സോ അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ ഒരു ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കവർ പേജിലുള്ള പ്ലാനറാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഒറിജിനൽ പ്രൈസ് 2199. ഇപ്പോൾ ഓഫർ പ്രൈസിന് 999 റുപ്പീസിന് അവൈലബിൾ ആണ്. സ്റ്റോക്ക് എത്ര അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളവരെ കാണിച്ചിട്ടുണ്ട്. 51 പീസസ് ഇൻ സ്റ്റോക്ക് ഉണ്ട്. ഇത് ബാക്കി 280 സ്റ്റിക്കേഴ്സ് ഉണ്ട്. 2022 കലണ്ടർ ഉണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ഫൺ ആക്ടിവിറ്റീസ് ലൈക്ക് പസിൽസ് ആൻഡ് ബ്രെയിൻ ടീസർ, improvement plan, highlights of the last year, letter to self, vision board, sleep tracker വളരെ നന്നായിട്ടുണ്ട്.
എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് ട്രാക്കർ. കാരണം എൻ്റെ സ്ലീപ്പ് തന്നെ തലതിരിഞ്ഞിരിക്കുകയാണ്. ബക്കറ്റ് ലിസ്റ്റും ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അത് നല്ലൊരു സംഭവം കേട്ടോ. ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ്, നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലിട്ട് വയ്ക്കാറുണ്ട്. ബട്ട് ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ് നോട്ട് ടു ഡു തിങ്സ് മാതിരി വളരെ നന്നായിട്ടുണ്ട്. ബഡ്ജറ്റ് ട്രാക്കർ, മന്ത്ലി ഡിവൈഡേഴ്സ് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്, മോട്ടിവേഷണൽ കോഴ്സോടുകൂടിയുള്ള തോന്നുന്നു. സെൽഫ് എക്സ്പ്ലോറേഷൻ പ്രോംപ്റ്റ്സ് ടു ഗെറ്റ് ടു നോ യുവർ സെൽഫ് ബെറ്റർ, മന്ത്ലി അഫർമേഷൻസ്, മൂഡ് ട്രാക്കർ. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നന്നായിട്ടുണ്ട് കേട്ടോ ഈ പ്ലാനർ. മന്ത്ലി റിഫ്ലക്ഷൻസ്, ഇനി അതൊക്കെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്ത് ചെറിയ കോളമാണോ വലിയ കോളമാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. മന്ത്ലി റിഫ്ലക്ഷൻസ്, വീക്ക്ലി കോട്ട്സ് ടു ഇൻസ്പയർ യു, വീക്ക്ലി കോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. മന്ത്ലി മീൽ പ്ലാനിങ് ഉണ്ട്, ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്, സീസണൽ ടിപ്സ് ആൻഡ് റിമൈൻഡേഴ്സ്, റീഡിംഗ് ആൻഡ് ലേണിംഗ് ലിസ്റ്റ്, മൂവീസ് ആൻഡ് സീരീസ് വാച്ച് ലിസ്റ്റ്, വിഷ് ലിസ്റ്റ്, പൊസിഷൻസ് ലിസ്റ്റ്, ആനുവൽ വെക്കേഷൻ പ്ലാൻ, 3 ബുക്ക് മാർക്സ് അവൈലബിൾ ആണ്, ഇന്നർ പോക്കറ്റ് ഫോർ സ്റ്റോറേജ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഫാക്ടർ നോട്ടിൻ്റെ ഫീച്ചേഴ്സ് വായിക്കുമ്പോൾ. ഇനി അതൊക്കെ അവരെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഫ്രണ്ട് പേജ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കവർ ഫോട്ടോ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു, അല്ല ഫ്രണ്ട് സൈഡ് തന്നെയാണ്. സോ ഇതാണ് ആദ്യത്തെ പേജ്. മൈ ഗോൾസ് ഫോർ ദ ഇയർ പറഞ്ഞിട്ട് ഒരു 5 കോളം അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഗോൾസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. വിഷൻ ബോർഡ് ഉണ്ട്, 2 പേജ് വിഷൻ ബോർഡാണ്. പേപ്പർ ക്വാളിറ്റി അവർ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ നമുക്ക് പേപ്പർ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നമുക്ക് ഇവിടെ ഫേവറേറ്റ് കോഡ്സ് നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ്സ് ടു റിമെമ്പർ ഉണ്ട്, ബർത്ത്ഡേയ്സും അത് ഓർമ്മിക്കാനുള്ളതൊക്കെ നമുക്കിവിടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെന്താ ഹൈലൈറ്റ്സ് ഓഫ് 2021, ഈ ഇയറിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പേജ്. ആക്ച്വലി റിവിഷനും പ്രസൻറ്റും എപ്പോഴും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ ഈ ഒരു പേജ്. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ പറഞ്ഞിട്ട് 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോഡി, മൈൻഡ്, റിലേഷൻഷിപ്പ്, വർക്ക്. പിന്നെന്താ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, മൂഡ് ട്രാക്കർ ഉണ്ട്. മൂഡ് ട്രാക്കറും കുറച്ച് വ്യത്യാസമായിട്ടാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഫ്ലോറൽ ആയിട്ടാണ് കാണുന്നത്. പീരീഡ് ട്രാക്കർ ഉണ്ട്, വർക്കൗട്ട് ട്രാക്കർ ഉണ്ട്. പിന്നെന്താ അഫർമേഷൻസ് ഓഫ് ദ മന്ത്സ്, goal of the month, things to focus on, distractions to avoid. ഞാൻ ഇതുവരെ ഒരു പ്ലാനറിലും കണ്ടിട്ടില്ല. അതും വളരെ നല്ല കാര്യമാണ്, ഡിസ്ട്രാക്ഷൻസ് എഴുതി വയ്ക്കുക എന്ന് പറയുന്നത്. പിന്നെന്താ ഇതാണ് വീക്ക്ലി ഗ്രിഡ് വരുന്നത്. കുറച്ച് ചെറിയ സ്പേസാണ്, ബട്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതോട് കുറച്ച് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സ്പേസ് കുറച്ചുകൂടെ വലുതാക്കിയതായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ ഇതെന്താ തിങ്സ് ടു റിമെമ്പർ, ഹാബിറ്റ് ട്രാക്കർ, ടോപ്പ് പ്രയോറിറ്റീസ്, സ്ലീപ്പ് ലോഗ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും, മൂവീസ് ടു വാച്ച്, നോട്ട്സ്, അങ്ങനെയുള്ള സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതാണ് അവർ പറഞ്ഞ പസിൽസും ഡൂഡിൽസും ഒക്കെ. ഓക്കെ, സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ജാനുവരിയുടെ ഒരു കവർ, ആ ഒരു ഫ്രണ്ട് പേജ് വരുന്നത്. ഇതാണ് ബാക്ക് കവർ കേട്ടോ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാക്ടർ നോട്ട് കാണാൻ ഭയങ്കര അപ്പീലായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മൾ എഴുതുന്ന സ്പേസ് കുറച്ചുകൂടെ വലുതാക്കി, ഇത്രയുള്ള സ്പേസ് കുറച്ചുകൂടെ വലുതാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഫോട്ടോയിൽ കാണുമ്പോൾ അങ്ങനെയാണ്, ഇനി നേരിട്ട് എങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അടുത്തത് എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാനറാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അലീഷ്യ സൂസയുടെ പ്ലാനറാണ്. സോ നമുക്ക് അലീഷ്യ സൂസയുടെ പ്ലാനർ നോക്കാം. സോ അലീഷ്യ സൂസയുടെ പല ടൈപ്പിൽ നമുക്ക് പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. അവർക്ക് ഫുള്ളായിട്ടുള്ള ഒരു കോംബോ അവൈലബിൾ ആണ്. ഫുള്ളായിട്ടുള്ള കോംബോ വാങ്ങാനാണെങ്കിൽ നമുക്ക് 3,999 റുപ്പീസാണ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് 4,000 റുപ്പീസാണ്. ഈ തോന്നുന്നു ഇതും വേറൊരു പ്ലാനറുമാണ് ഞാൻ ഏറ്റവും പ്രൈസി ആയിട്ട് കണ്ടത്. ഓക്കെ, വെറും പ്ലാനർ മാത്രം വാങ്ങാനാണെങ്കിൽ നമുക്ക് 2,399 റുപ്പീസാണ്. ഓക്കെ, യെസ്, വെറും പ്ലാനർ മാത്രം വാങ്ങാനാണെങ്കിൽ നമുക്ക് 2,399 റുപ്പീസാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം, പ്ലാനർ മാത്രം നമുക്ക് നോക്കാം.
സോ വെറും പ്ലാനർ മാത്രം ഓർഡർ ചെയ്യണമെങ്കിൽ തന്നെ അവർ തരുന്നത് നല്ലൊരു കവർ ബോക്സിലാണ് അവർ തരുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തത്, കഴിഞ്ഞ പ്രാവശ്യമല്ല ഇപ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലീഷ്യ സൂസയുടെ പ്ലാനറാണ്. അവർ ഇപ്രാവശ്യം ഇത് തന്നെയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു കവർ ബോക്സ്, മിനി പ്ലാനർ കിട്ടുന്നുണ്ട്, നമുക്കൊരു പോക്കറ്റ് പ്ലാനർ കിട്ടുന്നുണ്ട്, അതേമാതിരി ഒരു ഫുൾ ബുക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് അടിപൊളി സാധനമാണ് കേട്ടോ, സ്റ്റിക്കേഴ്സ്. അതും പ്രത്യേകിച്ച് അലീഷ്യ സൂസയുടെ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് സൂപ്പർബാണ്. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫീച്ചേഴ്സിൽ എന്താണ്, ഹോളോഗ്രാഫിക് സ്റ്റിക്കർ ബുക്ക്, 120 GSM ആണ് പേപ്പർ ക്വാളിറ്റി സൂപ്പർബാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെയും സൂപ്പർബായിരുന്നു. നമുക്ക് ഒരു ബ്ലീഡിങ്ങും ഇല്ല, നമുക്ക് എന്ത് പെണ്ണ് വെച്ചിട്ടും എഴുതാം. ടോട്ടൽ പേജസ് 292 rupees. ആസിഡ് ഫ്രീ പേപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. FSC സർട്ടിഫൈഡ് ആണ്. ഫാബ്രിക് കവറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെയും ഫാബ്രിക് കവർ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അതേമാതിരി പിന്നെന്താ, നമുക്ക് എല്ലാത്തിലും കാണുന്ന പോലെ സ്പൈറൽ ബൗണ്ട് ആണ്, എലാസ്റ്റിക് ക്ലോഷർ ഉണ്ട്, പെൻ ലൂപ്പ് ഉണ്ട്, ഹാർഡ് ബൗണ്ട് ആണ്, അല്ലാതെ റിബൺ ബുക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ പോക്കറ്റ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ ബാക്ക്. നമുക്ക് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം പറയണേ, ഇപ്രാവശ്യത്തെ പ്ലാനറിൽ ബാക്കിൽ മാത്രമേ പോക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഫ്രണ്ടിലും പോക്കറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. പിന്നെ 2022 കലണ്ടർ, 23 കലണ്ടർ, ലിസ്റ്റ് ഓഫ് ഹോളിഡേയ്സ് പുതിയൊരു പേജാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കലണ്ടറിൽ ലിസ്റ്റ് ഓഫ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നില്ല. ക്യൂട്ട് ലെറ്റർ ഫോർ യു ഫ്രം യു, അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ആനുവൽ ബഡ്ജറ്റ് പ്ലാനിങ്, അതും കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാണ്. ആനുവൽ ഗോൾസ് ആൻഡ് തോട്ട്സ്, അതും കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാണ്. ഇലിസ്ട്രേറ്റഡ് മന്ത്ലി ടാബ് പേജസ് വിത്ത് ഗ്ലോസി ആൻഡ് ഗ്ലിറ്ററി ആക്സൻസ്, അതും കഴിഞ്ഞ പ്രാവശ്യമുള്ള സ്പേസ് തന്നെയാണ്. പുതിയത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പേസ് ഫോർ മന്ത്ലി ഗോൾസ് ടു ഡു ആൻഡ് നോട്ട്സ്, മന്ത്ലി ഗ്രിഡ്സ് ടു റൈറ്റ് റിമൈൻഡേഴ്സ്, ബർത്ത്ഡേസ്, ഇവൻറ്റ്സ്, അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ടു ഡൂസ്, വീക്ക്ലി സ്പ്രെഡ്സ് വിത്ത് ആംപിൾ സ്പേസ്. അത് പറയേണ്ട ആവശ്യം തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്, എനിക്ക് അലീഷ്യ സൂസയുടെ പ്ലാനർ എഴുതുന്ന സമയത്ത് സ്പേസ് കുറച്ചുകൂടെ വലുതാവാം എന്ന് തോന്നാറുണ്ട്. കാരണം ഇത്രയും പ്രൈസി ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അലീഷ്യ സൂസയുടെ പ്ലാനറിൽ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, മീൽ പ്ലാനർ വളരെ ചെറുതാണ്. ആ ബോക്സ് എനിക്ക് യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. സോ അവർ ഇപ്രാവശ്യം ഹാബിറ്റ് ട്രാക്കർ, മീൽ പ്ലാനർ, മിനി വെൽനസ് പ്ലാനർ എന്ന് പറയുന്ന സെക്ഷൻ പുതിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പ്ലാനറിൽ മിനി വെൽനസ് ട്രാക്കർ ഇല്ല. സ്പേസ് ഫോർ റൈറ്റിംഗ് ഹൈലൈറ്റ്സ് ഓഫ് ദ ഇയർ, സ്പേസ് ഫോർ റെക്കോർഡിംഗ് ദ ലിസ്റ്റ് ഓഫ് ബുക്സ് യു ഹാവ് റീഡ് ആൻഡ് മൂവീസ് ആൻഡ് വാച്ച്ഡ്, അത് ഈ ഒരു പ്ലാനറിലും ഉണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് പേജായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാനത് ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഞാനത് ഫസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടെങ്കിലും പിന്നെ അത് ഞാൻ അങ്ങനെ ഫുള്ളി വിട്ടുപോയിട്ടുണ്ട്. സോ ആ പേജും എൻ്റെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഫസ്റ്റ് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ എഴുതാം. പിന്നെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് നോട്ട്സ് പേജ്, ബുക്ക് മാർക്ക് ഉണ്ട്, പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫോട്ടോസും കൂടെ നോക്കാം. ഇതാണ് ഫ്രണ്ട് ബോക്സും അവരുടെ പ്ലാനറും സ്റ്റിക്കറും മിനി ബുക്കും ഒക്കെ വരുന്നത്. ഇതാണ് പ്ലാനർ. നമ്മളെല്ലാ ഡീറ്റെയിൽസും വായിച്ചു, ബാക്ക് കവർ വായിച്ചു. ഓക്കെ, നമുക്ക് പ്ലാനർ നോക്കാം. ഇവരുടെ അതെല്ലാം നല്ലതാണ് കേട്ടോ. അവരുടെ ക്വാളിറ്റി, സ്പൈറൽ ആയാലും പ്ലാനർ നല്ല തിക്കായിട്ടുള്ള 120 GSM, അവരുടെ അലീഷ്യയുടെ ക്യൂട്ടായിട്ടുള്ള ഇലസ്ട്രേഷൻസ് അവർ വരയ്ക്കുന്നതൊക്കെ വളരെ വളരെ നമുക്ക് പ്ലാനർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി പോസിറ്റീവ് ഫീൽ വരും. ഓക്കെ, ഇതുവരെയും സ്പൈറലിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോഴും നല്ല ഹാർഡ് ബൗണ്ട്, നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു പ്ലാനറാണ്. ഓരോ മന്തിലും അവരുടെ ആ ഒരു ടാബ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത വെൽനസ് ട്രാക്കർ. ഇതിൽ നമുക്ക് മൂഡ് മെൻഷൻ ചെയ്യാം, സ്ലീപ്പ്, എക്സസൈസ്. അത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്നത് വളരെ കഷ്ടമായി. ഇപ്രാവശ്യം അവർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ നല്ല കാര്യം. ഇത് ആക്ച്വലി വേണം. സോ ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. ഈ ഒരു പേജ് അവർ ഇൻക്ലൂഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് മന്ത്ലി ഗ്രിഡ്. മന്ത്ലി ഗ്രിഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത പോലെ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആണ്. എക്സ്ട്രാ
വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അതാ കണ്ടോ, ഹാബിറ്റ്സ് ട്രാക്കർ ഉണ്ട്, പീരീഡ് ട്രാക്കർ ഉണ്ട്. എക്സ്ട്രാ ഒരു പേജ് കൊടുത്തിരിക്കുന്നത് നോട്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ചില കോളങ്ങൾ എനിക്ക് ഇന്നലെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, 23-ാം തീയതിയാണ്. 22-ാം തീയതി ഞാൻ ഇന്നലെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് എനിക്ക് ഒട്ടും സ്പേസ് പോരായിരുന്നു. ആകെ 2 വരി എഴുതാനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഇപ്രാവശ്യം ഒരു റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്ക് പോക്കറ്റ് എല്ലാം നമ്മൾ കണ്ടു. പിന്നെന്താ, ഇതെന്താ ഫ്രണ്ട് പേജാണെന്ന് തോന്നുന്നു. അവർ ലിസ്റ്റ് ഓഫ് ഹോളിഡേയ്സ് ആൻഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലെറ്റർ ഫോർ യു ഫ്രം യു. ഫ്രണ്ട് പേജ് ഇവിടെയാണ് നമ്മൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാനുള്ള നമ്മൾ ആരാണ് എന്നറിയാനുള്ള സെക്ഷൻ. ഇതെന്താ, നോട്ട്സ്, ഗോൾസ്, ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. സോ ഇതാണ് പ്ലാനർ. ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ പേജിൻ്റെയും ഫോട്ടോസ് അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി അടുത്ത പ്ലാനർ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാനറിൻ്റെ ഏകദേശം സെയിം തന്നെയാണ് ഉള്ളിലത്തെ പേജസ് എല്ലാം. എക്സ്ട്രാ വെൽനസ് പേജ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി അവരുടെ ഡിസൈൻസും ഇതെല്ലാം എനിക്ക് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിലൊരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ. ഓക്കെ, സോ അടുത്ത പ്ലാനർ മെസ്സി കോർണർ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. നമുക്ക് ഇതും 2 കവർ പേജിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഒറിജിനൽ പ്രൈസ് 2299 റുപ്പീസാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ പേര് എഴുതാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് പേര് എഴുതി പ്രിൻ്റ് ചെയ്തെടുക്കാമെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാനർ. ഇനി ഇതിൽ ഡിസ്ക്രിപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് വായിക്കുകയാണെങ്കിൽ ഇതിലുള്ളത് വൈറൽ ബൗണ്ടാണ്, ഹാർഡ് ബൗണ്ടാണ്, 90 GSM ആണ് പേപ്പർ വരുന്നത്. 100 ഇല്ല, 90 ഉള്ളൂ. പിന്നെ മന്ത്ലി ടാപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാലണ്ടർ കൊടുത്തിട്ടുണ്ട് വിത്ത് ഹോളിഡേയ്സ് മാർക്ക്ഡ്. മന്ത്ലി ഓവർവ്യൂസ്, ഹാബിറ്റ് ട്രാക്കർ, 12 ഇല്ലുസ്ട്രേഷൻസ് ഫോർ ഓൾ മന്ത്സ്, ആക്ഷനബിൾ പ്രൊഡക്ടിവിറ്റി ഹാക്സ് ഉണ്ട്, എക്സ്പെൻസ് ഷീറ്റ് ട്രാക്കർ ഉണ്ട്, റീഡ് ലിസ്റ്റ് ഉണ്ട്, ട്രാവൽ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, ട്രാവൽ ക്വിസ് ഉണ്ട്, നോട്ട്സ് ഫോർ എൻകറേജ്മെൻറ്റ്, പേജസ് ഫോർ നോട്ട്സ് ആൻഡ് ഡൂഡൽസ്, സെൽഫ് കെയർ ഗോൾസ്, മന്ത്ലി ഗോൾസ്. ഞാൻ എൻ്റെ സ്മൂത്തി കുടിക്കട്ടെ. അഫർമേഷൻസ് ഫോർ എവറി മന്ത്, സെൽഫ് റിഫ്ലക്ഷൻ പേജ്, വിഷൻ ബോർഡ് ഉണ്ട്, ഡീറ്റെയിൽഡ് വീക്ക്ലി പ്ലാനർ ഉണ്ട്, ആഡ് യുവർ മെമ്മറീസ് പേജ് ഉണ്ട്. അത് നല്ലൊരു കാര്യം, മെമ്മറീസ് പേജ്. പിന്നെ 2022 ഗ്ലാൻസ്, ഇയർ ഗ്ലാൻസ് ഉണ്ട്, റൈറ്റിംഗ് ബുക്ക് ഉണ്ട്, പിന്നെ 4 ഷീറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫോട്ടോസും കൂടെ നോക്കാം. സോ ഇതാണ് പ്ലാനർ വരുന്നത്. സ്പൈറൽ ബൗണ്ട് ആണ് വരുന്നത്. ഇതാണ് ബാക്ക് ഫോട്ടോ. ഇതാണ് ഫസ്റ്റ് ടാബ്, ജാനുവരി വരുന്നത്. അതിൻ്റെ താഴെ എന്തോ എഴുതിയിട്ടുണ്ട്, അത് എന്താണെന്ന് കാണുന്നില്ല കേട്ടോ. നമുക്ക് പേര് പ്രിൻ്റ് ചെയ്ത് വാങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയാണ്. പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വാങ്ങാം. സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നോട്ട് സെക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീക്ക്ലി ഗ്രിഡ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ സൈഡിൽ തന്നെ വാട്ടർ ഇൻടേക്ക് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം, ഡെയിലി നമുക്ക് വാട്ടർ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വലിയ ഡൂഡിൽസോ പിക്ചേഴ്സോ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനറാണ്. ഇത് ഹാബിറ്റ് ട്രാക്കർ ആണെന്ന് തോന്നുന്നു. യെസ്, ഹാബിറ്റ് ട്രാക്കറാണ്. അഫർമേഷൻസ് ഓഫ് ദ മന്ത് ഉണ്ട്, മന്ത്ലി ഗോൾസ് ഉണ്ട്, പിന്നെ പ്രൊഡക്ടിവിറ്റി ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ന്യൂ തിങ്സ് ഐ വാണ്ട് ടു ട്രൈ, റീഡിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് ട്രാക്കർ ഉണ്ട്, സെൽഫ് കെയർ ഗോൾസ് ഉണ്ട്, ഒക്കെ മന്ത്ലി ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റിഫ്ലക്ഷൻ പേജ് ഉണ്ട്, അതിലും കുറേ കോളങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അക്കംപ്ലിഷ്ഡ് ഗോള്, അതങ്ങനെ ഒരുപാട് കോളങ്ങൾ കാണുന്നു കേട്ടോ. ഓക്കെ, ബുക്സ് റീഡ് ചെയ്തത് എല്ലാം കാണുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഫോട്ടോസ്. സോ ഇനി നമുക്ക് ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനറാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ പ്ലാനർ 90 GSM എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ പേപ്പർ ക്വാളിറ്റി ഇത്രയും പ്രൈസിൽ 2299 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിന് 1499 റുപ്പീസാണ്. സോ കുറച്ചുകൂടെ പേപ്പർ ക്വാളിറ്റി ഒക്കെ കൂട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്ലാനറിലേക്ക് പോവാം. അടുത്ത പ്ലാനർ സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറാണ്. അവരുടെ മൈ സ്പേസ് എന്ന് പറയുന്ന പ്ലാനറാണ്. നമുക്ക് ഒറിജിനൽ പ്രൈസ്
2699 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നമുക്ക് 1399 റുപ്പീസിനാണ് കിട്ടുന്നത്. നമുക്ക് 2 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് പിങ്കും പിന്നെ ഒന്ന് ബ്ലാക്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഫുൾ കോംബോ ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് ഫ്രീബീസ് ഉണ്ട്. നമ്മൾ ബണ്ടിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കലണ്ടർ, ഡെസ്ക്ടോപ്പ് കലണ്ടർ, വീക്ക്ലി പ്ലാനർ, ലാപ്ടോപ്പ് സ്ലാം ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒന്നിച്ചിട്ട് അത് വാങ്ങുകയാണെങ്കിൽ, കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ പ്രൈസ് 4544 റുപ്പീസാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിന് 2250 റുപ്പീസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞോളൂ, നമുക്ക് ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഇനി അഥവാ പ്ലാനർ മാത്രമാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ പ്ലേയിങ് കാർഡ്സ് ഉണ്ട്, പോസ്റ്റ് കാർഡ് അവൈലബിൾ ആണ്, ബുക്ക് മാർക്ക് അവൈലബിൾ ആണ്, നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, നോട്ട് പേജ് അവൈലബിൾ ആണ്, ടു ഡു ലിസ്റ്റ് അവൈലബിൾ ആണ്. നമുക്കിവിടെ കൊടുക്കേണ്ട ഒരു ബാഡ്ജ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ഗേളി കൈൻഡ് ഓഫ് വൈബാണ് കണ്ടോ, യു ഗോ ഗേൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് മൊബൈലിൽ ബാക്കിൽ ഒട്ടിക്കാനുള്ള പോപ്പ് സോക്കറ്റ് ഉണ്ട്, പോക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ട്, അതേമാതിരി A5 സൈസിലൊരു പ്ലെയിൻ നോട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ അൾട്ടിമേറ്റ് സ്റ്റിക്കർ ബുക്ക് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന കാര്യം. പിന്നെ പ്ലാനറും നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സോ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയായിരുന്നു, ഇവരുടെ പേജ് ക്വാളിറ്റി 80 GSM ആണെന്ന് തോന്നുന്നു. സോ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ പേജ് ക്വാളിറ്റി മാത്രം ഒരു 100 GSM ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇയർ ഗ്ലാൻസിൽ തന്നെ ഇയർ അറ്റ് ഗ്ലാൻസ് 2022-23 കലണ്ടർ ഉണ്ട്. ഇയർ ഇൻ പിക്സൽസ് അവൈലബിൾ ആണ്. ഓൾ അബൌട്ട് മീ, ദ റിയൽ മീ, ഇയർ റെസൊല്യൂഷൻസ്, ഇയർ അഫർമേഷൻസ്, ബർത്ത്ഡേയ്സ്, മെമ്മറി ബോർഡ്, ഡ്രീം ബോർഡ്, ഡീപ്പ് സീക്രറ്റ്സ് പുതിയ പേജസ് ആണ് കേട്ടോ. മെമ്മറി ബോർഡ്, ഡ്രീം ജേർണൽ, മെമ്മറി സീക്രറ്റ്സ്, ബർത്ത്ഡേയ്സ് അതൊക്കെ പുതിയതാണ്. ഡ്രീം ബോർഡ് ഉണ്ട്, ഡ്രീം ജേർണൽ ഉണ്ട്, ഡ്രീം ബോർഡ് ഉണ്ട്, വിഷൻ ബോർഡ് ഉണ്ട്, ലെവൽ 10 ഗോൾസ്, ലെവൽ 10 ലൈഫ്, ഐഡിയ ബോർഡ്, അച്ചീവ്മെൻറ്റ് ബോർഡ്, വിഷ് ലിസ്റ്റ്, തിങ്സ് ടു ബൈ, തിങ്സ് ടു ഡു, ട്രാവൽ ഗോൾസ്, അതെല്ലാം നമുക്ക് എഴുതാം. മൈ സർക്കിൾ പറഞ്ഞിട്ട് മൈ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ഒരുപാട് കോളംസ് ഉണ്ട്. ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. പീപ്പിൾ ഹു ആഡ് സൺഷൈൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർ, മം, ഡാഡ്, sibling, my best friend, gang, my priorities, bookstagram, walls of movies, TV shows list, favorite quotes, budget plan, mental health, period days, sick days, fitness journey, improvement plans, sacred ritual, product use, clean home, social stats, social media passwords, subscriptions, who borrowed what, gift page, best days, therapy page, mandala, nail art, self portrait, pen it down എന്ന് പറഞ്ഞിട്ട് ഇയർലി സെക്ഷൻ തന്നെ ഒരുപാടുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലാനറാണ് കേട്ടോ ഇത്. മന്ത്ലി സ്പ്രെഡ്സിൽ നമുക്ക് മൈ ഒബ്സെഷൻസ്, പ്ലേലിസ്റ്റ് ഓഫ് ദ മന്ത് അറ്റ് എ ഗ്ലിംസ്, ഗോൾ ഗ്രിഡ്, മൂഡ് ട്രാക്കർ ഉണ്ട്, ജേർണൽ പേജസ് ഉണ്ട്, goal tracker, events, to-do list, habit tracker, sick day or period tracker, weekly, daily spread, coloring, mandala coloring, nail art, designing, meal planner ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് കോളംസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയ പ്ലാനറാണെന്ന് തോന്നുന്നു. എക്സ്പെൻസ് ട്രാക്കർ, വെയ്റ്റ് ട്രാക്കർ, ഡയറ്റ് ട്രാക്കർ, എക്സസൈസ് ട്രാക്കർ. ഇത് ആദ്യമായിട്ടുണ്ടോ ഞാൻ ഒരു പ്ലാനറിൽ കാണുന്നത്. എക്സസൈസ് ട്രാക്കറൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫോട്ടോസ് ഇല്ലേ, ഇതാണ് നെയിൽ ആർട്ട്, പ്ലേലിസ്റ്റ് പേജ് ഉണ്ട്, കറണ്ട് ഒബ്സഷൻസ് പറഞ്ഞിട്ട് കുറേ പേജ് അവർ കൊടുത്തിട്ടുണ്ട്. കുറേ പേജസ് അല്ല, കുറേ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, നിറയെ ഹാബിറ്റ് ട്രാക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 10 ലെവൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ നമ്മൾ റേറ്റ് ചെയ്യുന്ന പോലെ ഒരു വീലും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ മൈ ഗോൾസ്, മൈ പ്രയോറിറ്റീസ്, പിന്നെന്താ പീപ്പിൾ ഹു ആഡ് സൺഷൈൻ ടു മൈ ലൈഫ് പറഞ്ഞിട്ട് മൈ ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബുക്സ്റ്റാഗ്രാം, ഇതിൽ നമുക്ക് കുറേ ബുക്സ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാൾസ് ഓഫ് മൂവീസ്, ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കുറേ വാൾസ് എനിക്ക് പറ്റിയതാണ്. ഇത്രയും മൂവീസ് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെന്താ ഇത് മൂഡ് ട്രാക്കർ, ഒരു ഫുൾ ഇയർ മൂഡ് ട്രാക്കറാണ്. സോ നമുക്ക് ഒരു എൻറ്റയർ ഇയർ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മൂഡ് സ്വിങ്സ് എന്താണ് എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ
ഇവിടെ പീരീഡ് ട്രാക്കർ ഉണ്ട്, സീക്രട്ട് റിച്വൽസ്, നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് റൂട്ടീൻ നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാം. പ്രൊഡക്ട്സ് ഐ യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, നമ്മുടെ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്യാം. സോ ഇതാണ് സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറിൽ വരുന്നത്. അവർ ഫോട്ടോസ് അവർ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അവർ ലിസ്റ്റ് വായിക്കുമ്പോൾ അവരുടെ ഫ്രീ ബീസും കാണുമ്പോൾ സോ കൂൾ, അവർ എഴുതിയിരിക്കുന്നത് ഫ്രീ ബീസ് ആർ സോ കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതെല്ലാം വായിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്കിതിൽ, ഫിറ്റ്നസ് പ്ലാനറൊന്നും ഞാൻ ഇതുവരെ സാധാരണ ഒരു പ്ലാനറിൽ കണ്ടിട്ടില്ല. സോ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലാനർ. ഓക്കെ, നമുക്ക് പിങ്കിലും ബ്ലാക്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ ഇങ്ങനത്തെ പ്ലാനർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അല്ലാതെ നമുക്ക് ഡ്രീം ജേർണൽ, ഡ്രീം ബോർഡ്, വിഷൻ ബോർഡ് ഒക്കെ കണ്ടു. ഒരുപാട് സെഗ്മെൻറ്റ്സ് അവരതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്ലാനറിലേക്ക് പോവാം. ഇതാണ് 3000 രൂപയ്ക്ക് താഴെയുള്ള ലാസ്റ്റ് പ്ലാനർ. ഇനി വരുന്നത് 4000 രൂപയ്ക്ക് താഴെയുള്ള പ്ലാനറാണ്. സോ 3000 രൂപയ്ക്ക് താഴെയുള്ള ലാസ്റ്റ് പ്ലാനർ ഏതാണെന്ന് വെച്ചാൽ പോപ്പിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. സോ ഇതാണ് പോപ്പിറ്റ് ഔട്ട് എന്ന് പറയുന്ന സൈറ്റിലിൻ്റെ പ്ലാനർ. ഭയങ്കര എന്താ പറയുക, ഫങ്കി കാർട്ടൂണി കൈൻഡ് ഓഫ് ഒരു പ്ലാനറാണ്. നമുക്ക് ഒറിജിനൽ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ 2999 റുപ്പീസാണ്. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1799 റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പോപ്പിറ്റ് ഔട്ട് ദ 2022 ഹാപ്പി പ്ലാനർ. ഓക്കെ, നമുക്ക് ഇതിൽ അവർ തരുന്നത് പെൻ ലൂപ്പാണ്. 244 പേജസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് സ്റ്റിക്കേഴ്സ്, 8 ഷീറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മന്ത്ലി ഗോൾസ്, to do list, important events, budget planning, goals for the year, goal tracker, 12-month view with note section, daily planning, 12-month dividers with tab, monthly birthdays and goals, habit tracker, weight tracker, PD tracker, gratitude column, goal tracker, grocery shopping list. അത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ്. പിന്നെ സ്പൈറൽ ബോണ്ടാണ്, ബുക്ക് മാർക്ക് ഉണ്ട്, മിനി പ്ലാനറും നമുക്കിതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇനി ഫോട്ടോസ് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കാർട്ടൂണി കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനർ. എൻ്റെ ഒപ്പം ഇതൊക്കെ ഫ്രീ ബീസും ഉണ്ടെന്ന് തോന്നുന്നു. മിനി ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ്, സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ബുക്ക് മാർക്ക് ഉണ്ട്, സ്റ്റിക്കേഴ്സ് കണ്ടോ വളരെ നല്ല ഭംഗി. അതേപോലെ ഭയങ്കര പോപ്പ് കളറായിട്ടുള്ള സ്റ്റിക്കേഴ്സ്, വെറുതെ അല്ല പോപ്പിറ്റ് ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. നല്ല ക്യൂട്ട് ബോക്സിലാണ് കൊടുക്കുന്നത്. പ്ലാനർ കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അമ്മോ, ഭയങ്കര കാർട്ടൂൺ ക്യാരക്ടേഴ്സ്. മേക്ക് ഇറ്റ് ഫൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഫോട്ടോസ് ഇത്രേ ഉള്ളൂ. സോ സോറി, എനിക്ക് ഫോട്ടോസ് കുറച്ചുകൂടെ വേണമായിരുന്നു. ഫോട്ടോസ് ഒന്നും കൊടുത്തിട്ടേ ഇല്ല അവർ. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ കുറേ നേരം സംസാരിച്ചു കേട്ടോ, അത് കട്ടായി പോയി. ക്യാമറ മീൻസ് അരമണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റോപ്പാവും, അങ്ങനെ കട്ടായി പോയതാണ്. ഫോട്ടോസ് അവർ വളരെ വളരെ കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളത്തെ ഒരു പേജിൻ്റെയും ഫോട്ടോസ് കൊടുത്തിട്ടില്ല. സോ ഉള്ളത്തെ പേജിൻ്റെ ഫോട്ടോസ് കൊടുത്താലേ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർ പറഞ്ഞത് ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്ലാനറാണ്. ഇനി ഉള്ളിലുള്ള എങ്ങനെയാണ്, ബ്ലോക്ക് വ്യൂ ആണോ, ഗ്രാറ്റിറ്റ്യൂഡ് സെക്ഷനിലാണോ കൊടുത്തിരിക്കുന്നത്, വീക്ക്ലി വ്യൂ വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. സോ ഒന്നല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് അവരുടെ അടുത്ത് ചോദിക്കണമായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്ലാനറിൽ പോകാം. ഇതാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രൈസി ആയിട്ടുള്ളൊരു പ്ലാനർ. ഇത് 4000 റുപ്പീസിന് താഴെയുള്ളൊരു പ്ലാനറാണ് വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇത് ടോൾ എലിഫൻറ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പ്ലാനറാണ്. നമുക്ക് അതിൻ്റെ ബ്ലാക്ക് ബോക്സും ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാനർ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാനർ വരുന്നത്. അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ 3499 റുപ്പീസാണ്. ഫുള്ളായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. നമുക്ക് വെറും പ്ലാനർ മാത്രമാണെങ്കിൽ നമുക്ക് 2299 റുപ്പീസാണ്. നമുക്ക് ഓഫർ പ്രൈസിന് ഇപ്പോൾ 1799 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ്. മറ്റേ ഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസിന് നമുക്ക് 2899 കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വെറും പ്ലാനർ മാത്രം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള എന്താ പറയുക, ഒരു പെയിൻറ്റിങ് വൈബിലുള്ള ഒരു
ആർട്ട് മാതിരി ഒരു പ്ലാനറാണ്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ എന്തോ ഒരു മിനി ബുക്ക്, ഡെസ്ക്ടോപ്പ് കാലണ്ടർ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. പേപ്പർ 110 GSM ആണ്. സോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേപ്പേഴ്സാണ്. A5 സൈസാണ് പ്ലാനർ വരുന്നത്. ഡെസ്ക് കാലണ്ടർ, ജേർണൽസ് അവൈലബിൾ ആണ് വിത്ത് 2 ഫ്രീബീസ് ഓഫ് പ്ലെയിൻ നോട്ട്ബുക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമ്മുടെ പ്ലാനർ, ജേർണൽ കം പ്ലാനർ, ഡെസ്ക് കാലണ്ടർ കിട്ടുന്നുണ്ട്. അതേമാതിരി ഒരു പ്ലെയിൻ നോട്ട്ബുക്കും ഒരു ഡോട്ടഡ് ജേർണൽ കൈൻഡ് ഓഫ് നോട്ട്ബുക്കും നമുക്ക് അവൈലബിൾ ആണ്. 110 GSM ആണ്. പിന്നെന്താ ഇതിൽ ഉള്ളത് ആനുവൽ പേജസിലുള്ളത് സ്പേസ് ടു റൈറ്റ് എവറിത്തിങ് അബൌട്ട് യു, about yourself, love about yourself, 2021 recap, 2022 calendar and annual planner, 2023 calendar plus vision board of your soul, vision board for your professional life and personal life. Different ആണല്ലോ. vision board for your soul, vision board for your professional life, personal life ന് വേറെ 10 level goal settings നമ്മൾ മറ്റേ സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറിൽ കണ്ട മാതിരി. മൈൻഡ് മാപ്പിംഗ് സ്പേസ്, ബക്കറ്റ് ലിസ്റ്റ് ഫോർ ഓൾ ദ തിങ്സ് യു എവർ വാണ്ടഡ് ടു, book that you have read or want to read, movies you wanted to watch or want to watch, TV series you watched or want to watch, memory line for photograph, space to write about people who you met, remind you for your proudest moments, travel planner with all the pending travels for the last 2 years. അടിപൊളിയാണ്. നമ്മൾ 2 വർഷം ട്രാവൽ ചെയ്യാത്തതിൻ്റെ ഫുൾ പ്ലാനർ നമുക്ക് ഈ വർഷം തീർക്കാനാണ് ആ ഒരു പ്ലാനറിൽ പറഞ്ഞിരുന്നത്. ഭയങ്കര ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫണ്ണി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാക്കർ ടു ട്രാക്ക് എനിത്തിങ് that you want to do to this year. 2022 in pixels to remember you all the good days in life. 1 bookmark ribbon enough and more tear off shopping list ഒക്കെ നമുക്ക് ടയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മന്ത്ലി ലിസ്റ്റിൽ വരുന്നത് ലെറ്റർ ടു യുവർ സെൽഫ്, മന്ത്ലി പ്ലാനർ ഉണ്ട്, ബർത്ത്ഡേസും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പേസ് ടു ട്രാക്ക് ദ പ്രോഗ്രസ് ഓഫ് യുവർ 10 goals, ഹാപ്പിനെസ് ജാർ ടു റിമൈൻഡ് യു ഹാപ്പി ഗൂസ്ബം മൊമെൻറ്റ്സ്, ഇമോഷണൽ വെൽനെസ് ട്രാക്ക്, know the flow of emotions that you have, beautiful and spacious daily journal pages with colorful watercolor paintings, space for brain dump, just pour your heart out and spill all your habits, space to track all your habits. 2022 here you come plus space for fitness tracker, get healthier and fitter this year. Meal tracker ഉണ്ട്, ചീറ്റ് മീൽസ് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പേസ് ആൻഡ് ഗോൾ പ്ലാനറിൽ കണ്ട മാതിരി ഫിനാൻസ് ട്രാക്കർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെസ്ക് കലണ്ടർ ഉണ്ട്, അതും 300 GSM ആണ് എന്ന് പറയുന്നു. 2 ഫ്രീബീസ് നോട്ട്ബുക്സ്, ഒന്ന് ഡോട്ടഡും ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള നോട്ട്ബുക്സും, അതും 110 GSM ആണ് കേട്ടോ. പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ, ഈ ഫോട്ടോസ് എന്തൊക്കെയാണ്, ഏതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് അവർ പറഞ്ഞ പ്ലാനർ. കുറേ വായിക്കാനുണ്ടായിരുന്നു കേട്ടോ, വായിത്ത വെള്ളം പറ്റിപ്പോയി. ഒരു പ്ലാനർ, 2 നോട്ട്ബുക്ക്, ഡെസ്ക്ടോപ്പ് കാലണ്ടർ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നല്ല നന്നായിട്ട് ആ ഫ്രണ്ട് കവർ പേജ് നന്നായിട്ടുണ്ട്. ഇതാണ് ജാനുവരി ഗ്രിഡ് വരുന്നത്, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. ഓക്കെ, മന്ത്ലി ഗ്രിഡ് കണ്ടോ, നന്നായിട്ടുണ്ട്. ഭയങ്കര ഗേൾ വൈബ് ഓഫ് ഒരു പ്ലാനറാണ് കേട്ടോ ഇത്. അടുത്ത ഹൈലൈറ്റ്സോ നോട്ട് സെക്ഷനോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെന്താ, ഇതാണ് വീക്കിലി ഗ്രിഡ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് കളർഫുൾ ആക്കാം. ഭയങ്കര സ്റ്റൈലിലാണ്, അവരുടെ റൈറ്റിങ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഫങ്കി കൈൻഡ് ഓഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിനെസ് ജാറ് ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ഇമോഷണൽ വെൽനസ് ട്രാക്കർ ഉണ്ട്, ട്രാക്കിംഗ് എന്തൊക്കെയോ ഹെൽത്ത്, ഫിറ്റ്നസ്, പേഴ്സണൽ, കരിയർ, ഫിനാൻസ്, അങ്ങനത്തെ കരിയർ ഗോൾസ് ട്രാക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ റീക്യാപ്പ് 2021 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ എന്നിട്ട് ഹൈലൈറ്റ്സ് ഒക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും.
അതിന് കുറേ ബോക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, ഭയങ്കര കളർഫുള്ളുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കളർ തീമിഡാണ്. ഹാബിറ്റ് ട്രാക്കർ അവർ നിറയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ, ഇത് ഫിറ്റ്നസ് ട്രാക്കർ ഉണ്ട് കേട്ടോ. ഫിറ്റ്നസ് ട്രാക്കർ, മന്ത്ലി ഫിറ്റ്നസ് ട്രാക്കറാണ്. മീൽ പ്ലാനർ ഉണ്ട്. മീൽ പ്ലാനർ നടുവിൽ ഡിസൈനാണെന്ന് തോന്നുന്നു, നടുവിൽ ഭയങ്കര ബ്ലാങ്കാണ്. പിന്നെന്താ, ഇത് ഫിനാൻസ് പ്ലാനർ ഉണ്ട്. എക്സ്പെൻസീവ് ഇൻകമും നമുക്ക് സെപ്പറേറ്റ് എഴുതാനുള്ള ഫിനാൻസ് പ്ലാനറാണ്. 2 പേജാണ് ഡെഡിക്കേറ്റ് ചെയ്ത് ഫിനാൻസ് പ്ലാനറിന് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെയും ഒരുപാട് പേജസ് അവർ ഇതേപോലെ ഫോട്ടോസ് ഇട്ട് തരണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോപ്പിറ്റ് ഔട്ടിൻ്റെയും നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുമായിരുന്നു. കലണ്ടർ, എന്നിട്ട് നമുക്ക് അവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആം പറഞ്ഞിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്കവിടെ ഞാൻ എന്താണ് എന്നുള്ളത് നമുക്കവിടെ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇതാണ് കലണ്ടർ വ്യൂ. ഇതാണ് ഇയർലി ട്രാക്കർ. പിന്നെന്താ, ഇയർലി ട്രാക്കർ അല്ലാതെ മൂഡ് ട്രാക്കർ ഉണ്ട്. ഇയർലി മൂഡ് ട്രാക്കറാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ ട്രാവലർ മീ പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബുക്സ്, ഒരുപാട് ബുക്സ്, 2 പേജ് ബുക്ക് സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂവി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, TV സീരീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ പീപ്പിൾ ഐ ട്രഷർ എന്ന് പറഞ്ഞിട്ടൊരു 3 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. പ്രൗഡസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്യാം. വിഷൻ ബോർഡ് ഉണ്ട്. 10 ലെവൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 10 ബലൂൺ മാതിരിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. വാട്ടർ കളർ ബലൂൺസ് മാതിരി നന്നായിട്ടുണ്ട്. അവർ അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പലതും നമുക്ക് റിലേഷൻഷിപ്പ്, അതിപ്പോൾ എല്ലാ പ്ലാനുകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പല ഡിസൈൻസിൽ നമുക്ക് കാണുന്നുണ്ട്. അത് മാത്രം ബക്കറ്റ് ലിസ്റ്റ് പറഞ്ഞിട്ട് ഒരുപാട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാവൽ എക്സ്പെൻസ് പറഞ്ഞിട്ടൊരു ബക്കറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ ഡംപ് സെക്ഷൻ മാതിരി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്ലാനർ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാനർ, ടോൾ എലിഫൻറ്റ് എന്ന് പറയുന്ന പ്ലാനർ. സോ ഇത്രയും പ്ലാനർ, ഞാൻ കുറേ പ്ലാനർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്ലാനറിൽ നിന്ന് ഒരു പ്ലാനറായിരിക്കും 1, 2, 3, 4 പ്ലാനർ ഞാൻ ചിലപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ടാകും. സോ ഏത് പ്ലാനറാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളിതുവരെ ആരും കമൻറ്റ് ചെയ്തില്ല, കമൻറ്റ് ചെയ്ത് പറഞ്ഞില്ല. സോ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഏത് പ്ലാനറാണ് വാങ്ങാൻ പോകുന്നത്. ഞാൻ വാങ്ങിക്കഴിഞ്ഞു. സോ അതേതാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പേജസ്, നമ്മൾ ഈ കാണുന്ന ഫോട്ടോസ് മാത്രമല്ല, ഉള്ളിൽ കുറച്ചുകൂടെ പേജസ് നമ്മൾ ചിലപ്പോൾ പ്ലാനർ വാങ്ങി നോക്കുന്ന സമയത്ത് ഉണ്ടാകും. സോ ഇതോടെ കൂടെ നമ്മുടെ പ്ലാനർ സീരീസ് അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാനർ, ലൈഫ് നല്ലോണം സെറ്റിൽ ആവണം, നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം എന്നുള്ളവർ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇനി ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ മേരി ക്രിസ്മസ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.